അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 490. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاءتهم رسلهم بالبينات فرحوا بما عندهم من العلم وحاق بهم ما كانوا به يستهزئون فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يك ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. فلما جاءتهم رسلهم بالبينات, അപ്പോൾ അവരിലേക്കുള്ള നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ വന്നപ്പോൾ, ഫലമ്മാ ജാഅത്തുഹും, അപ്പോൾ അവർക്ക് വന്നപ്പോൾ, റുസുലുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ, പ്രവാചകന്മാർ, ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായി വന്നപ്പോൾ, ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽമി, അവരുടെ അടുക്കൽ ഉള്ള അറിവ് കൊണ്ട് അവർ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അതായത് പ്രവാചകന്മാര് കൊണ്ടുവരുന്ന വിജ്ഞാനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ ഞങ്ങളുടെ തന്നെ ഉണ്ട് എന്നവർ പറഞ്ഞു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്ന ശിക്ഷ അവരിൽ വന്നിറങ്ങുകയും ചെയ്തു. പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ ഞങ്ങൾക്ക് ആവശ്യമായ വിവരമൊക്കെ ഞങ്ങളെടുത്തുണ്ട് എന്ന് അഹങ്കാരം പറഞ്ഞ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുക തന്നെ ചെയ്തു. ഫലമ്മാ റഔ ബഅസന, അങ്ങനെ നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ, നേരിൽ ശിക്ഷ കണ്ടപ്പോൾ, ഖാലു, അവര് പറഞ്ഞു, ആമന്നാ ബില്ലാഹി വഹ്ദ, ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, അവനോട് പങ്കുചേർത്തതിനെ ഞങ്ങളിതാ നിഷേധിക്കുകയും ചെയ്യുന്നു എന്നവർ പറഞ്ഞു. ശിക്ഷ നേരിട്ട് കാണുകയും അസ്ഥിക്ക് പിടിക്കുന്ന ദുരന്തം വരികയും ചെയ്തപ്പോൾ ഞങ്ങള് ആ നിഷേധമൊക്കെ മാറ്റി ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറാണ് എന്ന കുമ്പസാരം അവർ നടത്തി. പക്ഷെ ഫലം യക്കു യൻഫഉഹും ഈമാനുഹും, അപ്പോൾ നമ്മുടെ ലമ്മാ റഅൂ ബഅസന, നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴത്തെ അവരുടെ വിശ്വാസം, ആ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദിഹി, അതെ, അള്ളാഹുവിന്റെ അടിമകളിൽ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം തന്നെയാണത്. വഖസിറ ഹുനാലിക്കൽ കാഫിറൂൻ, സത്യനിഷേധികൾ അവിടെ വെച്ച് പരാജയപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതായത് കഴിഞ്ഞ സൂക്തങ്ങളിൽ മുൻകാല സമുദായങ്ങൾക്ക് പ്രവാചക അധ്യാപനങ്ങളെ നിഷേധിച്ചപ്പോഴുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കി നന്നാകുന്നില്ലേ എന്ന് ചോദിച്ച അല്ലാഹു തആല ഈ സൂക്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്, തെളിവുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ആളുകളൊക്കെ നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദുരന്തങ്ങളുടെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. അതാണ് ഫലമ്മാ ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവർക്ക് ദൂതന്മാർ തെളിവുകളുമായി വന്നപ്പോൾ ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽം, അവരുടെ അടുക്കലുള്ള വിവരം കൊണ്ട് അവർ സന്തോഷിച്ചു. സന്തോഷിച്ചാൽ ഇബ്നു കസീർ അവിടെ രേഖപ്പെടുത്തുന്നത് കാണാം, ആ തെളിവുകളൊന്നും തന്നെ, പ്രവാചകന്മാർ കൊണ്ടുവന്ന തെളിവുകളൊന്നും എല്ലാം യൽതഫിതു ഇലൈഹിം, ആ പ്രവാചകന്മാരിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയതേയില്ല. വലാ അഖ്ബലു അലൈഹിം, അവരിലേക്ക് അവർ മുന്നിട്ടില്ല. വസ്തഗനൂ ബിമാ ഇൻദഹും മിനൽ ഇൽമി ഫീ സഅമിഹിം, അവരുടെ വിശ്വാസമനുസരിച്ചും വാദമനുസരിച്ചും അവരുടെ അടുത്തുള്ള വിവരം മതി ഞങ്ങൾക്ക് എന്നവർ പറഞ്ഞു. അതായത് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായിട്ടുള്ള ഖുർആൻ വ്യാഖ്യാതാവ് പറയുന്നത്, ഖാലു, അവര് പറഞ്ഞു, നഹനു അഅലമു മിൻഹും, ഈ വന്ന പ്രവാചകന്മാരെക്കാളും ഞങ്ങൾക്ക് ആ വിവരം, ലൻ നുബഅസ വലൻ നുഅദ്ദബ, ഞങ്ങൾ മരിച്ചാൽ പുനർജന്മം ഉണ്ടാവില്ല, ഒരു ശിക്ഷയും ഉണ്ടാവില്ല, അതുകൊണ്ട് ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രവാചകന്മാർ വന്നാൽ അവർക്ക് വന്ന വഴിക്ക് പോകാം, ഞങ്ങൾ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കില്ല എന്ന നിഷേധം, അതായത്
വിവരമില്ല എന്നുള്ള വിവരമില്ലാത്ത അവസ്ഥ അവർക്ക് ഏറ്റവും വലിയ ദുരന്തമായി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായത്? വഹാഖബിഹിം, അവരിൽ ഇറങ്ങി മാക്കാനു ബിഹി യസ്തഹ്സിഊൻ, അവരെന്തിനെയാണോ പരിഹസിച്ചത് അത്, അഥവാ ശിക്ഷ വരുമെന്ന പ്രവാചകന്മാരുടെ ആ താക്കീതിനെ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്ന് പറഞ്ഞ ശിക്ഷ അവരിൽ വരിക തന്നെ ചെയ്തു. എന്നാൽ ഈ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിക്കാനും അഹങ്കാരം പറയാനും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവാചകന്റെ ഉത്ബോധനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാനൊക്കെ ശ്രമിച്ച ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ തിരിച്ചടി വന്നപ്പോഴുണ്ടല്ലോ അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന രംഗമാണ് ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് ഫലമ്മാ റഅൗ ബഅസനാ. അങ്ങനെ നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞു ആമന്നാ ബില്ലാഹി വഹദ, അള്ളാഹുവിന്റെ ഏകത്വം ഞങ്ങളും വിശ്വസിക്കുന്നു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, അള്ളാഹുവിനോട് ഞങ്ങൾ പങ്കാളികളാക്കി വെച്ചിരുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങളൊക്കെ നിഷേധിക്കുന്നു എന്നവർ പറഞ്ഞു. എന്നതിന്റെ അർത്ഥമായി വഹദുല്ലാഹു കഫറൂ ബിത്താഗൂത്തി, അവർ അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കുകയും അതേപോലെ തന്നെ മറ്റു ദൈവങ്ങളെ, ബിംബങ്ങളെ അവർ നിഷേധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരാ നിഷേധിച്ചതും ആ ബിംബങ്ങളെ നിഷേധിച്ചതും അള്ളാഹിനെ വിശ്വസിച്ചതും എപ്പോഴാ? വലാകിൻ ഹൈസു ലാ തുഖാലുൽ അസറാസ് വലാ തൻഫഉൽ മഅ്ദിറ, കാരണം ബോധിപ്പിക്കുന്നത് ഉപകരിക്കാത്ത, അവരുടെ വിഷമം പറയലൊന്നും തന്നെ സ്വീകരിക്കപ്പെടാത്ത സമയത്തായിപ്പോയി. അതായത് കോടതി പിരിഞ്ഞ് ന്യായം പറയുന്ന ദുരന്തം അല്ലെങ്കിൽ ബുദ്ധിമോശമാണ് അവർ ചെയ്തത്. ഇബ്നു കസീറോട് രേഖപ്പെടുത്തുന്നത് കാണാം, വഹാദ കമാ ഖാല ഫിർഔനു ഹീന അദറകഹുൽ ഗറഖു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഘട്ടം വന്നപ്പോ ഫറോവ പറഞ്ഞതുപോലത്തതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താ അവൻ പറഞ്ഞത്? അല്ലാഹു തആല സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാമല്ലോ, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ച അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുകളിൽപ്പെട്ടവനാണ് എന്നാണ് അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞതെന്താ? ഇപ്പോഴാണോടാ തനിക്ക് വിശ്വസിക്കാൻ സമയം കിട്ടിയത്? വഖദ് ആസൈത ഖബലു, ഇതിനു മുമ്പ് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നീ ധിക്കാരം കാണിച്ചു, എന്റെ പ്രവാചകന്മാരുടെ കൽപ്പനകളോട് നീ എതിരു നിന്നു. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ ഏറ്റവും വലിയ കുഴപ്പക്കാരന്റെ കൂട്ടത്തിൽ പെടുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ശിക്ഷ കിട്ടി രക്ഷപ്പെടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിശ്വസിച്ചു എന്ന് പറയുന്ന നിന്റെ ഈ കുംഭസാരം ആർക്ക് വേണമെടാ എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രഖ്യാപനം നടത്തിയെന്നാണ് സൂറത്ത് യൂനുസിന്റെ 90-91 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഫലമ്മാ റഅൗ ബഅസനാ, നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ ഖാലു ആമന്നാ ബില്ലാഹി വഹദ, അള്ളാഹുവിന്റെ ഏകത്വം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറഞ്ഞു. വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, അള്ളാഹ്ക്ക് പുറമെ ഞങ്ങൾ ദൈവങ്ങളായി കണ്ട എല്ലാ വസ്തുക്കളെയും ഞങ്ങൾ നിഷേധിക്കുന്നു എന്നെല്ലാ ദൈവങ്ങളെയും തള്ളിപ്പറഞ്ഞവർ. പക്ഷേ ഫലം യകു യൻഫഉഹും ഈമാനുഹും, അവർക്ക് അവരുടെ വിശ്വാസം ഫലം ചെയ്തില്ല. ലമ്മാ റഅൗ ബഅസനാ, നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴുള്ള വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല, അത് പ്രയോജനപ്പെടില്ല. ബഅസിന്റെ ഈമാൻ മഖ്ബൂലല്ല. ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത്, ഇനിയൊരു രക്ഷയുമില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ആരും പശ്ചാത്തപിക്കാൻ തയ്യാറാവും. ഇപ്പൊ നരകത്തിലെത്തിപ്പെട്ടാൽ എല്ലാ ധിക്കാരികളും പറയില്ലേ, പഠിച്ചോനെ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് ഒരു മാറ്റം തന്നാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാമെന്ന്. ആര് കേൾക്കാൻ? അവർക്ക് മാറ്റം കൊടുക്കില്ല എന്നുള്ള അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിന്റെ മുമ്പ് നന്നാകാനുള്ള അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് പഠിച്ചോനെ ഞങ്ങളും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടപ്പില്ല. ഇത് സുന്നത്തല്ലാഹി ലത്തി ഖദ് ഖലത ഫീ ഇബാദി, അള്ളാഹുവിന്റെ അടിമകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അവന്റെ നടപടിക്രമം തന്നെയാണിത്. അഥവാ മുമ്പും ധിക്കാരികളായിട്ടുള്ള ആളുകളൊക്കെ ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അവർ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് പറയും. പക്ഷെ ആ സമയത്തുള്ള വിശ്വാസം അള്ളാഹു സ്വീകരിക്കില്ല. കാരണം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ, ഓരോ മനുഷ്യന്റെയും പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിക്കും. ഏതുവരെ? മാ ലം യുഗർഗിർ, അവന്റെ ആത്മാവ് പിരിയാനായി തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ. അവിടെ എത്തുന്ന സമയത്ത് അവൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ മുഖവിലക്കെടുക്കുകയില്ല, അല്ലാഹു തആല അത് സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് കാരണം ആ സമയത്ത് എന്റെ എല്ലാ തന്ത്രങ്ങളും തകർന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയമാണ്.
പാരത്രിക ജീവിതത്തിലേക്ക് താൻ എത്തിപ്പെടുന്നത് പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് എന്ന ബോധ്യം അവന് വരുന്ന സമയമാണത്. ആ സമയത്ത് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നത് അതൊരു തരം പരിഹാസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാന്മാര് പറയുന്നത് ഫൈദാ ഖർഖറ വബലഗത റൂഹുൽ ഹൻജറ, മനുഷ്യന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുകയും അതേപോലെ തന്നെ അവൻ അവസാന ശ്വാസങ്ങളിലേക്ക് കടക്കുകയും ചെയ്താൽ വായനൽ മലക്ക, അവൻ റൂഹ് പിടിക്കുന്ന മലക്കിനെ നേരിൽ കാണുകയും ചെയ്താൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു കാണാം ഫലാ തൗബത ഹീനഇദിൻ, ആ സമയത്ത് ഒരിക്കലും തന്നെ പശ്ചാത്താപത്തിന് ഒരു ചാൻസുമില്ല. അതുകൊണ്ട് പശ്ചാത്തപിക്കാനൊക്കെയുള്ള സമയം എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ആരോഗ്യത്തോടെ നടക്കുന്ന സമയം. പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ അവര് നടത്തി. ആ ഉത്ബോധനങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിരുന്നു മനുഷ്യൻ ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ ധിക്കാരത്തിന്റെ ശൈലി സ്വീകരിക്കുന്നവർ, നമ്മൾ മനസ്സിലാക്കണം, ഇത് നിഷേധികൾ മാത്രമല്ല, ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന പലരും അവർക്കും ഖുർആനിന്റെ കൽപ്പനകളും ഖുർആനിന്റെ അധ്യാപനങ്ങളും അതൊന്നും അത്ര പഥ്യമല്ലാത്ത ചില സഹോദരങ്ങളെങ്കിലുമുണ്ട്. സയൻസിന്റെ പിന്നാലെയാണ് അവരുടെ പോക്ക്. ഖുർആൻ അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ യുക്തിചിന്തക്കും അതേപോലെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിലും അതിന്റെ പിന്നാലെ മാത്രം അഭിമാനം കൊണ്ടുപോകുന്ന ചില ആളുകൾ, അവരും ഉൾക്കൊള്ളേണ്ടതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന വളരെ മോശമായിട്ടുള്ള നിലപാട്. അതൊരിക്കലും തന്നെ സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹു ആകുന്ന യജമാനൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മുടെ രണ്ട് ലോകത്തിന്റെയും രക്ഷയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ നിയമങ്ങളും എല്ലാ പദ്ധതികളും അള്ളാഹു തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ആ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന വിലാപം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഖബറാകുന്ന കല്ലറയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ സമയം എല്ലാ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് കൂട്ടുകാരൊപ്പം വരാത്ത, അതേപോലെ കുടുംബക്കാർ നമ്മെ കൈയൊഴിച്ച് നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഖബറാകുന്ന കല്ലറയിൽ ഒറ്റക്ക് കിടക്കേണ്ടി വരുന്ന ആ സമയം, അപ്പോഴുള്ള നമ്മുടെ പശ്ചാത്താപം, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്റെ അവസരം ഉപയോഗപ്പെടുത്തിയാൽ മതിയായിരുന്നു എന്ന ആ പ്രഖ്യാപനം, അതിനൊന്നും ഒരർത്ഥവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് അൽ കയ്യസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവനിവിടെ ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുക്കുകയും അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഗതികളുടെയും വിചാരണ അവന് കൃത്യമായി നടത്തി ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള കറക്ഷനുകളെല്ലാം തീർത്തുകൊണ്ട് അവന്റെ ജീവിതത്തെ കൃത്യമായി നന്മയിലായി ക്രമീകരിക്കാൻ ആവശ്യമായ, കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ വീണ്ടും വിചാരത്തിന്റെ സ്വഭാവങ്ങളും ശൈലികളും അവന്റെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ചവൻ, എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതം സുഖകരമാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തവൻ, അവനാണ് ബുദ്ധിമാൻ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും മരണത്തിനു വേണ്ടിയുള്ള പ്രത്യേകമായ ഒരുക്കം അത് നമ്മൾ നടത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് ഖുർആനിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ തന്നിട്ടുണ്ട്. വിശ്വാസികളെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ ഗൌരവത്തോടുകൂടെ തന്നെയാണ് അവന്റെ ജീവിതത്തെ കാണേണ്ടത്. കാരണം ഞാനിവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും എന്റെ സുഹൃതങ്ങൾക്ക് പ്രതിഫലവും അതേപോലെ തന്നെ എന്റെ തിന്മകൾക്ക് ശിക്ഷയും ലഭ്യമാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന ഓർമ്മയും ബോധവും അത് നമ്മളെ കൃത്യമായും ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കണം. ജീവിതത്തിന് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഉള്ളവരാക്കണം. നമ്മുടെ ജീവിതം ഒരിക്കലും തന്നെ ഒരു താളം തെറ്റിയ താരാട്ടായി മാറിക്കൂടാ. അലക്ഷ്യമായി സഞ്ചരിക്കുന്ന ഒരു വിഭാഗമായി, ലക്ഷ്യബോധമില്ലാത്തൊരു ടീമായി ഒരിക്കലും തന്നെ നമ്മൾ മാറാൻ പാടില്ല. ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞതുപോലെ നഹാറൂക വത്താലുൻ വലൈലൂക നായിമു വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി, നിന്റെ പകലും രാവുമൊക്കെ, പകല് വെറുതെ കഴിഞ്ഞു പോകുന്നു, രാത്രി ഉറങ്ങിയിട്ടും തീർന്നു പോകുന്നു. നിന്റെ ജീവിതം മുഴുവനും അലക്ഷ്യമായി മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം അതൊരിക്കലും തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തസബ്ബദ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി, ഒരിക്കലും തന്നെ അല്ലാഹു സമയബന്ധിതമായി നിശ്ചയിച്ചിട്ടുള്ള മരണം
അതിനുവേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.